Good afternoon. Good afternoon, teacher. ശ്രുതി മാത്രമായിരുന്നോ ഉണ്ടായിരുന്നോളൂ കഴിഞ്ഞ ക്ലാസ്സില്? അല്ല, സുമിത്രേച്ചി ഉണ്ടായിരുന്നു. ബ്രേക്ക് എടുക്കാൻ പോയതായിരിക്കും. ഇന്നുകൂടെ നമ്മുടെ ചാപ്റ്റർ കഴിയും കേട്ടോ. പിന്നെ നമുക്ക് അടുത്ത ക്ലാസ്സുകളിലൊക്കെ നമുക്ക് റിവിഷൻ നോക്കാം. പിന്നെ എക്സാമിന്റെ ഡേറ്റ് ഒന്നും പറഞ്ഞിട്ടില്ല എങ്കിലിപ്പോ നമ്മൾ പഠിച്ച അത്രയും ചാപ്റ്റേഴ്സ് ഒന്നുകൂടെ റിവിഷനായിട്ട് എടുക്കാം. നമുക്ക് ഓരോ ചാപ്റ്റർ വൈസ് തന്നെ ഓരോ ദിവസം പറഞ്ഞു വിട്ടാൽ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് നോക്കിക്കൊണ്ട് വരാം. ക്ലാസ്സിൽ അത് ഡിസ്കസ് ചെയ്യാം കേട്ടോ. ഇന്നുകൊണ്ട് നമുക്ക് ഈ ചാപ്റ്റർ തീരും. എന്നിട്ട് നമുക്ക് കുറച്ച് എക്സ്ട്രാ ക്വസ്റ്റ്യൻസും എഴുതാം ഈ ഒരു ചാപ്റ്ററിന്റെ. നെക്സ്റ്റ് ക്ലാസ്സിൽ എഴുതാം. അടുത്ത ക്ലാസ്സിൽ ആംബുലൻസ് സർവീസ് നമുക്ക് റിവൈസ് ചെയ്യാം. ഇതൊക്കെ നമ്മൾ എടുത്തതാണല്ലോ. പിന്നെ നമുക്ക് ആദ്യം മുതലുള്ള ചാപ്റ്റേഴ്സ് ഒന്നുകൂടി റിവൈസ് ചെയ്ത് എക്സാമിനായിട്ട് റിവിഷൻ പോലെ നമുക്ക് ചാപ്റ്റർ വൈസ് തന്നെ പഠിക്കാം. ഓക്കെ, നമ്മൾ ആംബുലൻസ് സർവീസ് ആയിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്. അതിൽ ക്രൂവിംഗ് പറഞ്ഞത് അല്ലെ? ക്രൂയിങ് പറഞ്ഞേ. ക്രൂസ് അല്ല, ജോലിക്കാര് അല്ലെ? ആംബുലൻസിലെ ജോലിക്കാര്, അതായത് ഡ്രൈവേഴ്സും മറ്റുള്ള ജോലിക്കാരെയാണ് ഉദ്ദേശിച്ചേക്കുന്നത് ക്രൂയിങ് എന്ന് പറയുന്നത്. അപ്പൊ അതിനകത്ത് നമ്മൾ പറഞ്ഞു, ഒരു ആംബുലൻസിലെ പേഷ്യൻസിനെയൊക്കെ ട്രാൻസ്പോർട്ട് ചെയ്യുമ്പോൾ എന്താണ്, അപ്പൊ അതിനകത്ത് ഫെസിലിറ്റീസ് ഉണ്ട്. അതിനോടൊപ്പം തന്നെ അവിടെ സ്റ്റാഫുകൾ വേണ്ടി വരും. നല്ല എമർജൻസി കേസുകളൊക്കെ ആണെങ്കിൽ നമ്മൾ അതിനകത്ത് ഡോക്ടേഴ്സ് വേണം അല്ലെ? ട്രാൻസ്പോർട്ട് ചെയ്യുന്ന വാഹനത്തില് ഡോക്ടേഴ്സ് വേണം. എന്നാൽ ചില കേസുകളിലൊക്കെ ആണെങ്കിലും നേഴ്സ് മതിയാവും. ചില ഇതിനകത്ത് ജസ്റ്റ് അത്ര ക്രിട്ടിക്കലൊന്നും അല്ലെങ്കിൽ അതിനകത്ത് ഒരു ഡ്രൈവറും ഒരു അറ്റൻഡറും ആണെങ്കിലും മതിയാവും. അങ്ങനെ അതിന്റെ ടൈപ്പ് നോക്കിയിട്ടാണ് നമ്മൾ, അല്ലെങ്കിൽ എമർജൻസി ആണോ അല്ലെങ്കിൽ സാധാരണ സിറ്റുവേഷൻ ആണോ എങ്ങനെയാണെന്നുള്ള അതിന് ബേസ് ചെയ്തിട്ടാണ് അതിനകത്ത് ആരൊക്കെ വേണം അല്ലെങ്കിൽ എങ്ങനെയാന്ന് നോക്കുന്നത്. നമ്മൾ ക്രൂയിങ് ആണ് പറഞ്ഞു നിർത്തിയത്. അതിനകത്ത് ഫസ്റ്റ് റെസ്പോണ്ടറും ആംബുലൻസ് ഡ്രൈവറും പറഞ്ഞത്. അപ്പൊ നമ്മൾ പറഞ്ഞു സാധാരണയായിട്ട് മോസ്റ്റ് ആംബുലൻസ് സർവീസ് റിക്വയർ എത്ര പേര് വേണമെന്ന് പറഞ്ഞേക്കുന്നത്? എത്ര ക്രൂ മെമ്പേഴ്സ് വേണം? അറ്റ്ലീസ്റ്റ് 2 members. Two crew members, 1 to drive. ഒരാള് ഡ്രൈവ് ചെയ്യാനും വെഹിക്കിള് ഡ്രൈവ് ചെയ്യാനും ഒരാള് ടു അറ്റൻഡ് ടു ദ പേഷ്യന്റിനെ അറ്റൻഡ് ചെയ്യാനും. അങ്ങനെ 2 ക്രൂ മെമ്പേഴ്സ് എങ്കിലും അറ്റ്ലീസ്റ്റ് ഒരു ആംബുലൻസ് സർവീസിൽ വേണം. ഒരാള് ഡ്രൈവ് ചെയ്യുക, ഒരാള് പേഷ്യന്റിനെ അറ്റൻഡ് ചെയ്യുക. ഇനി ഞാൻ പറഞ്ഞു എമർജൻസി കണ്ടീഷൻ ഒക്കെ ആണെങ്കിൽ ചിലപ്പോൾ ഇവരെ കൂടാതെ ഒരു നേഴ്സ് വേണം. കുറച്ചും കൂടി ക്രിട്ടിക്കൽ അങ്ങനെയുള്ള കേസുകളാണെങ്കിൽ ഡോക്ടർ തന്നെ വേണ്ടി വരും. ഓക്കെ, അപ്പൊ അങ്ങനെ ക്വാളിഫൈഡ് ആയിട്ടുള്ള ഡോക്ടേഴ്സ് തന്നെ വേണ്ടി വരും എന്ന് പറഞ്ഞേക്കുന്നത്. ഇനി ഫസ്റ്റ് റെസ്പോണ്ടർ എന്ന് പറഞ്ഞ എന്താ? എ പേഴ്സൺ ഹു റീച്ചസ് ഫസ്റ്റ് അറ്റ് ദ സീൻ ഓഫ് ആൻ ഇൻസിഡൻസ്. ആ ഇൻസിഡൻസിന് ഫസ്റ്റ് എയ്ഡ് കൊടുക്കുന്നത് അല്ലെങ്കിൽ ഫസ്റ്റ് റെസ്പോണ്ട് ചെയ്യുന്ന ആളാണ് ഫസ്റ്റ് റെസ്പോണ്ടർ എന്ന് പറയുന്നത്. ഗിവ് ഏർലി ക്രിട്ടിക്കൽ കെയർ. ക്രിട്ടിക്കൽ കെയർ കൊടുക്കും. ഫസ്റ്റ് എയ്ഡ് പോലെ ആദ്യം ഇത് ചെയ്യുന്ന റെസ്പോണ്ട് ചെയ്യുന്നതാണ്. അപ്പൊ അതുകൊണ്ട് ക്രിട്ടിക്കൽ കെയർ കൊടുക്കുന്ന, ഫസ്റ്റ് എയ്ഡ് കൊടുക്കുന്ന ഒരാളായിരിക്കണം. അപ്പൊ അതിനകത്ത് നമ്മൾ പറഞ്ഞു CPR പറഞ്ഞു. അപ്പൊ നമ്മള് ചെസ്റ്റിനൊക്കെ ബ്രീത്ത് ചെയ്യാനൊക്കെ എന്തെങ്കിലും പ്രശ്നമാണെങ്കിൽ നമ്മുടെ ചെസ്റ്റ് ഇങ്ങനെ പ്രസ് ചെയ്ത് CPR കൊടുക്കും അല്ലെ? എന്താ CPRന്റെ എക്സ്പാൻഡഡ് ഫോം എന്താ? കാർഡിയോ പൾമണറി റെസിസ്റ്റേഷൻ. കാർഡിയോ പൾമണറി റെസിസ്റ്റേഷൻ ആണ് CPR എന്ന് പറയുന്നത്. CPR കൊടുക്കാൻ പറ്റുന്ന ഒരാളായിരിക്കണം. അല്ലെങ്കിൽ ഈ CPR കൊടുത്തിട്ട് അത് എന്താ ശരിയായില്ലെങ്കിൽ നെക്സ്റ്റ് അതിന്റെ സ്റ്റെപ്പ് എന്ന് പറയുന്നതാണ് ഓട്ടോമാറ്റഡ് എക്സ്റ്റേണൽ defibrillator, AED. കിട്ടാന്ന്. അപ്പൊ അങ്ങനെ അത് മാനേജ് ചെയ്യാൻ അറിയുന്ന ഒരാളായിരിക്കണം. ഓട്ടോമാറ്റഡ് എക്സ്റ്റേണൽ ഡിഫൈബ്രിലേറ്റർ ഇതൊക്കെ അറിയുന്ന ഒരാളായിരിക്കണം ഫസ്റ്റ് റെസ്പോണ്ടർ. പിന്നെ അതിനകത്ത് പറഞ്ഞേക്കുന്നത് ഓക്കെ,
അതാണ് ഫസ്റ്റ് റെസ്പോണ്ടറെ കുറിച്ച് പറഞ്ഞത്. പിന്നെ നെക്സ്റ്റ് ആണ് ആംബുലൻസ് ഡ്രൈവർ എന്ന് പറയുന്നത്. ഈ ആംബുലൻസ് ഡ്രൈവർ എംപ്ലോയീസിന് അധികം ക്വാളിഫൈഡ് ഒന്നും ആവണമെന്നില്ല, അധികം ഇങ്ങനെയുള്ള കാര്യങ്ങള് ക്വാളിഫിക്കേഷൻ ഒന്നും വേണ്ട, ബേസിക് ട്രെയിനിങ് മാത്രം മതിയാവും. അദ്ദേഹത്തിന് ബേസിക് ട്രെയിനിങ് മാത്രം മതിയാവും. ഈ ആംബുലൻസ് ഓടിക്കുക, അത് ഡ്രൈവ് ചെയ്യുക എന്നുള്ളതല്ലാതെ വേറെ അധികം കാര്യങ്ങളൊന്നും അദ്ദേഹത്തിന് കീഴിലില്ല. വർക്ക് ഈസ് ടു ഡ്രൈവ് ദ വെഹിക്കിൾ ഡ്രൈവ് ചെയ്യും ചെയ്യുന്നത് എങ്ങനെയാണ് എന്നുള്ളതൊക്കെ മാത്രം അറിയേണ്ട ഒരു കാര്യമുള്ളൂ ആംബുലൻസ് ഡ്രൈവർക്ക്. അധികം ക്വാളിഫൈഡ് ഉള്ള ആളൊന്നും വേണ്ട, ബേസിക് ക്വാളിഫിക്കേഷൻ മാത്രം അറിഞ്ഞാൽ മതി. അദ്ദേഹത്തിന് എന്താണ് ആ വെഹിക്കിൾസ് ഡ്രൈവ് ചെയ്യുക എന്നുള്ളതല്ലാതെ എക്സ്ട്രാ അധികം ഡ്യൂട്ടീസ് ഒന്നുമില്ല. പിന്നെ അതുപോലൊപ്പം തന്നെ ഈ നമ്മൾ കമ്മ്യൂണിക്കേഷൻ ചെയ്യാനുള്ള അത്യാവശ്യം കാര്യങ്ങളൊന്നും അറിഞ്ഞിരിക്കണം. അതുകൂടാതെ ഈ മെഡിക്കൽ സപ്ലൈകള് എവിടെയാണ് ആംബുലൻസ് അതെങ്ങനെയാ കൊടുക്കണ്ടേന്നോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഡീറ്റെയിൽസ് ഒന്നും അറിയണമെന്നില്ല. നോയിങ് വേർ ദ മെഡിക്കൽ സപ്ലൈസ് ആർ സ്റ്റോർഡ് ഇൻ ദ ആംബുലൻസ്. ആംബുലൻസിൽ മെഡിക്കൽ സപ്ലൈസ് എവിടെയാണ് സ്റ്റോർ ചെയ്യുക എന്നുള്ള കാര്യം മാത്രം അറിഞ്ഞാൽ മതിയോ. ഇത് രണ്ടെണ്ണം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതല്ലായിരുന്നോ? ഇവിടെയല്ലേ നിർത്തിയത്? നെക്സ്റ്റ് തേർഡ് വൺ നോക്കിയേ, നോൺ എമർജൻസി അറ്റൻഡന്റ്. Non-emergency attendant. This role has different level of training across the world, but these staff are formerly only need to carry out the patient transport duties, which can include stretchers or wheelchairs cases rather than acute care. ഇപ്പൊ എന്താ പറഞ്ഞേക്കുന്നേ, ഇത് എങ്ങനെയാണ് ഒരു പേഷ്യന്റിനെ, നോൺ എമർജൻസി ആണ്, അവിടെ വലിയ എമർജൻസി ഒന്നുമല്ല, നോൺ എമർജൻസി അറ്റൻഡന്റ് ആണ് അദ്ദേഹം. എങ്ങനെയാന്ന് വെച്ചാൽ അദ്ദേഹത്തിന് ആ ഒരു പേഷ്യന്റിനെ എങ്ങനെയാണ് ക്യാരി ചെയ്യുന്നത് എന്നുള്ള കാര്യം മാത്രം, എങ്ങനെ മൂവ് ചെയ്യിക്കണം, എങ്ങനെ പുറത്തേക്ക്, വിച്ച് ക്യാൻ ഇൻക്ലൂഡ് ദി സ്ട്രക്ചർ ഓഫ് വീൽ ചെയർ കേസസ് ആണ്, എങ്ങനെ പേഷ്യന്റിന്റെ അകത്തേക്ക് കയറ്റണം അല്ലെങ്കിൽ എങ്ങനെ പേഷ്യന്റിനെ പുറത്തേക്ക് ഇറക്കണം, അങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രം, പേഷ്യന്റ് ട്രാൻസ്പോർട്ട് ഡ്യൂട്ടീസ് മാത്രം അറിഞ്ഞാൽ മതിയാകും. പിന്നെ അതുപോലെ തന്നെ ചെറിയൊരു ഡിപ്പെൻഡിങ് ഓൺ പ്രൊവൈഡർ ദേ മേ ബി ഇൻസ്ട്രക്റ്റഡ് ഇൻ ഫസ്റ്റ് എയ്ഡ് ഓർ എക്സ്റ്റെൻഡ് സ്കിൽസ് സച്ച് ആസ് യൂസ് ഓഫ് AED, ഓക്സിജൻ തെറാപ്പി ആൻഡ് അതർ ലൈഫ് സേവിംഗ് പാലിയേറ്റീവ് സ്കിൽസ്. ഡിപ്പെൻഡ് ഓൺ പ്രൊവൈഡറിനെ ഡിപ്പെൻഡ് ചെയ്ത്, അതായത് ഫസ്റ്റ് എയ്ഡുകള്, ഫസ്റ്റ് എയ്ഡ് ഓർ എക്സ്റ്റെൻഡഡ് സ്കിൽസ് സച്ചാസ്, അതുപോലെ തന്നെ എമർജൻസി വന്നാല് അത് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഇത്, അല്ലാതെ നമ്മൾ മസ്റ്റ് ആയിട്ട് അത് ഇങ്ങനെ ചെയ്യണം അല്ലെ അങ്ങനെയൊന്നുമില്ല. ഡിപ്പെൻഡ് ഓൺ ദ പ്രൊവൈഡർ ദേ മേ ബി ഇൻസ്ട്രക്റ്റഡ് ഇൻ ഫസ്റ്റ് എയ്ഡ് ഓർ എക്സ്റ്റെൻഡഡ് സ്കിൽ സച്ച് ആസ് യൂസ് ഓഫ് ആൻ AED, ഓക്സിജൻ തെറാപ്പി ആൻഡ് അതർ ലൈഫ് സേവിംഗ് ഓർ പാലിയേറ്റീവ് സ്കിൽസ്. They may be given emergency cover when other units are not obtainable or when they are accompanied by a fully qualified ടെക്നീഷ്യൻ ഓർ പാരാമെഡിക്സ്. അപ്പൊ അദ്ദേഹത്തിന് എങ്ങനെയാണ് ചെറിയൊരു എമർജൻസി വന്നാല് മാത്രമേ അത് അവർക്ക് യൂസ് ചെയ്യാൻ ആവശ്യമുള്ളൂ, അല്ലെങ്കിൽ അവർക്കുടെ കൂടെ ജസ്റ്റ് ഒന്ന് നിന്നാൽ മതിയാവും. They give emergency cover when other units are not obtainable. മറ്റു യൂണിറ്റ്സിൽ നിന്ന് ഒബ്റ്റെയിൻ ചെയ്യാത്തപ്പോൾ, ലഭിക്കാത്തപ്പോൾ, or when accompanied by a fully qualified technician അല്ലെങ്കിൽ പാരാമെഡിക്സോ അതിൽ നിന്നൊക്കെ ലഭിക്കാത്ത ആ ഒരു അവസരത്തിൽ മാത്രം ജസ്റ്റ് ഇതൊക്കെ ഒന്ന് ഹാൻഡിൽ ചെയ്താൽ മതിയാവും. ഓക്കെ, അപ്പൊ പേഷ്യന്റിന്റെ ട്രാൻസ്പോർട്ട് ഡ്യൂട്ടീസ് ആണ് നോൺ എമർജൻസി അറ്റൻഡന്റിന്റെ ഇതിനകത്ത് വരുന്നത്. എങ്ങനെയാണ് സ്ട്രക്ചറിൽ അല്ലെങ്കിൽ വീൽ ചെയറിലുള്ള പേഷ്യൻസിനെ എങ്ങനെ ആംബുലൻസിലേക്ക് കയറ്റണം, എങ്ങനെയൊക്കെയാണ് ഇറക്കുന്നത്, അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന പേഷ്യന്റിനെ ക്യാരി ചെയ്യുന്നത് എങ്ങനെയാണ്, എങ്ങനെ മൂവ് ചെയ്യിക്കണം എന്നൊക്കെ കാര്യങ്ങളാണ് അതിനകത്ത് വരുന്നത്. ഇനി ഫോർത്ത് വൺ ആണ് എമർജൻസി കെയർ അസിസ്റ്റന്റ്. ഇത് നോക്കി, എമർജൻസി കെയർ ആണ്, അപ്പൊ അത്യാവശ്യം കാര്യങ്ങളൊക്കെ അറിഞ്ഞിരിക്കുന്ന ഒരാളായിരിക്കണം. എമർജൻസി സിറ്റുവേഷൻ ആണെങ്കിലും ഇവിടെ നോക്കിയേ, 4 ലൈൻ ആംബുലൻസ്
drivers who arrive at occurrence in both emergency and non-emergency situation. Emergency situation ആണെങ്കിലും നോൺ എമർജൻസി സിറ്റുവേഷൻ ആണെങ്കിലും വർക്ക് ചെയ്യുന്ന രീതിയിലുള്ള ഒരു അസിസ്റ്റന്റുകളാണ് എമർജൻസി കെയർ അസിസ്റ്റന്റ് എന്ന് പറയുന്നത്. അവിടെ എമർജൻസി ആണെങ്കിലും ഹാൻഡിൽ ചെയ്യണം, നോൺ എമർജൻസി ആണെങ്കിലും ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ആളുകളായിരിക്കണം എമർജൻസി കെയർ അസിസ്റ്റന്റ് എന്ന് പറയുന്നത്. അങ്ങനെയുള്ള ഒരു അസിസ്റ്റന്റ് ആണ് എമർജൻസി കെയർ അസിസ്റ്റൻസ്. എമർജൻസി സിറ്റുവേഷൻ ആണെങ്കിലും നോൺ എമർജൻസി സിറ്റുവേഷൻ ആണെങ്കിലും ഹാൻഡിൽ അസിസ്റ്റ് ചെയ്യാവുന്ന രീതിയിലുള്ള ആളുകളാണ്. ഓക്കെ, ദർ ജോബ് ഈസ് ടു ഹെൽപ്പ് ദ ടെക്നീഷ്യൻ ഓർ പാരാമെഡിക്സ്. അപ്പൊ എമർജൻസി കെയർ അസിസ്റ്റന്റ് ജോബ് എന്താണ് ജോബ് പറയുന്നത്? ഈസ് ടു ഹെൽപ്പ് ദ ടെക്നീഷ്യൻ ഓർ പാരാമെഡിക്സ്. ടെക്നീഷ്യനോ അല്ലെങ്കിൽ പാരാമെഡിക്സിനെ ഒക്കെ ഒന്ന് ഹെൽപ്പ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ടെക്നീഷ്യനെ പാരാമെഡിക്സിനെ ഒക്കെ എന്ത് ചെയ്യാ, ഒന്ന് ഹെൽപ്പ് ചെയ്ത് കൊടുക്കുക. ദേ ആർ വർക്കിംഗ് വിത്ത് ക്യാരി ഔട്ട് ദർ ഡ്യൂട്ടീസ്. അവർക്കുടെ ഡ്യൂട്ടി ചെയ്യുമ്പോൾ ആ കൂടെ നിന്ന് ഒന്ന് ഹെൽപ്പ് ചെയ്ത് കൊടുക്കുക. നമുക്ക് ഇതിനകത്ത് നോക്കി അറിയാം, എമർജൻസി കെയർ അസിസ്റ്റന്റ് എന്നാ പറഞ്ഞേക്കുന്നത്. അപ്പൊ അസിസ്റ്റന്റ് ആണ്. അപ്പൊ മെയിൻ ആയിട്ട് ടെക്നീഷ്യനോ അല്ലെങ്കിൽ പാരാമെഡിക്സിനൊക്കെ അവർക്കുടെ ഡ്യൂട്ടി ചെയ്യുമ്പോൾ അതിനെ ഒന്ന് അസിസ്റ്റ് ചെയ്ത് കൊടുക്കുക, ഒന്ന് ഹെൽപ്പ് ചെയ്ത് കൊടുക്കുക. സച്ച് ആസ് മേക്കിംഗ് അപ്പ് ഏതൊക്കെയാ അതിനകത്ത് വരുന്നത്? ക്യാരി ഔട്ട് ദ ഡ്യൂട്ടീസ്. ടെക്നീഷ്യന്റെ പാരാമെഡിക്സിന്റെ ഒക്കെ ഡ്യൂട്ടീസിൽ വരുന്നത് സച്ച് ആസ് മേക്കിംഗ് അപ്പ് മെഡിക്കേഷൻ കൊടുക്കുക. സെറ്റ് അപ്പ് ഫ്ലൂയിഡ്സ് ഓർ ഡൂയിങ് സിമ്പിൾ ഒബ്സർവേഷൻ. ഫ്ലൂയിഡ്സ് ഒക്കെ നോക്കുക, ബട്ട് നോട്ട് അറ്റാച്ചിങ്. ഫ്ലൂയിഡ്സ് ഒക്കെ ഇതാക്കുക. പിന്നെ ഓർ ഡൂയിങ് സിമ്പിൾ ഒബ്സർവേഷൻ, സിമ്പിൾ ആയിട്ട് ജസ്റ്റ് ഒന്ന് ഒബ്സർവ് ചെയ്യുക. അപ്പൊ ഇങ്ങനെയുള്ളത് ഇതുള്ളൂ. അസിസ്റ്റന്റ് എന്നാണ്, എമർജൻസി കെയർ അസിസ്റ്റന്റ് ആണ് മെയിൻ ആയിട്ടുള്ള ടെക്നീഷ്യനെയും പാരാമെഡിക്സിനെയും ഒക്കെ ഒന്ന് ഹെൽപ്പ് ചെയ്യുക. അവരുടെ ഡ്യൂട്ടീസിൽ അവരെ ഒന്ന് ഹെൽപ്പ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അഞ്ചാമത്തെയാണ് എമർജൻസി മെഡിക്കൽ ടെക്നീഷ്യൻ. എമർജൻസി മെഡിക്കൽ ടെക്നീഷ്യൻ, എമർജൻസി മെഡിക്കൽ ടെക്നീഷ്യൻ. എമർജൻസി കേസുകൾ വരുമ്പോൾ അത് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന സ്കില്ലായിട്ടുള്ള ആൾക്കാരാണ് എമർജൻസി മെഡിക്കൽ ടെക്നീഷ്യൻ എന്ന് പറയുന്നത്. അറിയാം, എമർജൻസി കേസുകൾ വരുമ്പോൾ അത് ഹാൻഡിൽ ചെയ്യാൻ പാകത്തിന്, അപ്പൊ ആ പ്രശ്നങ്ങൾ എന്താന്ന് വെച്ചാൽ അതിനെ ഹാൻഡിൽ ചെയ്യാൻ പാകത്തിന് പറ്റുന്ന സ്കില്ലായിട്ടുള്ള ആളുകളാണ് എമർജൻസി മെഡിക്കൽ ടെക്നീഷ്യൻ. ആരാ എമർജൻസി മെഡിക്കൽ ടെക്നീഷ്യൻ എന്ന് പറഞ്ഞ ആരാ? They are able to handle emergency situations using their skills. അപ്പൊ എമർജൻസി കേസുകൾ വരുമ്പോൾ അത് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന സ്കില്ലായിട്ടുള്ള ആളുകളായിരിക്കും. ദ ടെക്നീഷ്യൻസ് ആർ ജനറലി ഏബിൾ ടു ഡു എ വൈഡ് റേഞ്ച് ഓഫ് എമർജൻസി കെയർ സ്കിൽസ് സച്ച് ആസ് ഏതാ defibrillation, spinal immobilization, bleeding control, splinting of suspected fractures, helping the patient with some medication and oxygen therapy. ഇങ്ങനെയുള്ള എമർജൻസി സിറ്റുവേഷൻസ് വരുമ്പോൾ അതിനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ആളുകള്. ഓക്കെ, അപ്പൊ ഇതിനകത്ത് എമർജൻസി വൈഡ് റേഞ്ച് ഓഫ് എമർജൻസി കെയർ സ്കിൽസ് പറഞ്ഞേക്കുന്ന defibrillation, spinal immobilization, bleeding control, splinting of suspected fractures, helping the patient with some medication and oxygen therapy. In certain countries, split these terms into level, such as the US, where there are ഇനി ഇതിന് ചില കൺട്രീസിൽ ഇതിനെ പല സ്പ്ലിറ്റ് ചെയ്തേക്കാണ്, ലെവലിലായിട്ട് പല ടൈംസ് ഇൻ ടു ലെവൽസ് അതിനെ സ്പ്ലിറ്റ് ചെയ്തേക്കുന്നുണ്ട്. എമർജൻസി മെഡിക്കൽ ടെക്നീഷ്യന്റെ സ്പ്ലിറ്റ് ചെയ്തിട്ടുണ്ട്. സച്ച് ആസ് US വേർ ദെയർ ആർ EMT, എക്സ്പാൻഡഡ് ഫോം എന്ന് ഇവിടെ എഴുതി വെച്ചോട്ടോ, EMT, എമർജൻസി മെഡിക്കൽ ടീം. എമർജൻസി
emergency medical team. Emergency medical team, basic and EMI. Emergency medical intermediate. അങ്ങനെ അതിനെ സ്പ്ലിറ്റ് ചെയ്തിട്ടുണ്ട്. ചില കൺട്രീസിൽ എമർജൻസി മെഡിക്കൽ ടെക്നീഷ്യൻസിനെ സ്പ്ലിറ്റ് ചെയ്തേക്കുന്നുണ്ട്. 2 ലെവലായിട്ട് തിരിച്ചുണ്ട്. എമർജൻസി മെഡിക്കൽ ടീമും എമർജൻസി മെഡിക്കൽ ഇന്റർമീഡിയറ്റ്സും. ഓക്കെ, അപ്പൊ ഇതിനകത്ത് ഇത്രേ ഉള്ളൂ. എമർജൻസി കേസുകൾ വരുമ്പോൾ അതിനെയൊക്കെ ഒന്ന് ഹാൻഡിൽ ചെയ്യാൻ പാകത്തിന് സ്കില്ലായിട്ടുള്ള ആളുകളായിരിക്കും എമർജൻസി മെഡിക്കൽ ടെക്നീഷ്യൻ. ഇനി അടുത്താണ് രജിസ്ട്രേഡ് നേഴ്സ്. രജിസ്ട്രേഡ് നേഴ്സ്. ഇനി ചില എമർജൻസി കേസുകളാണെങ്കിൽ, ഇപ്പൊ പേഷ്യന്റിനെ നമ്മൾ ഒരു ഹോസ്പിറ്റലിൽ മറ്റൊരു വേറെ ഹോസ്പിറ്റലിലേക്കൊക്കെ റെഫർ ചെയ്യുമ്പോഴും ഒക്കെ കൊണ്ടുപോകുന്ന ട്രാൻസ്പോർട്ട് സമയത്തും ഒക്കെ ചിലപ്പോൾ ഒരു നേഴ്സിന്റെ സർവീസ് ആവശ്യമായിട്ട് വരാം. നമ്മളൊരു ചെറിയ കേസുകളാണെങ്കിൽ നമ്മൾ പറഞ്ഞല്ലോ, ഒരു ഡ്രൈവറും അതുപോലെ തന്നെ ഒരു അറ്റൻഡറും മാത്രം മതിയാവും. എന്നാൽ എമർജൻസി കേസുകളാണെങ്കിൽ എന്താണ്, അപ്പൊ അതിനെ ഒന്ന് ആ പേഷ്യന്റിനെ ഒന്ന് കെയർ കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു രജിസ്ട്രേഡ് ആയിട്ടുള്ള നേഴ്സ് ആവശ്യമാണ്. In certain system, nurses are the principal providers of advanced level care on ambulance. Usually in place of paramedics, nurses may also work on ambulance for critical care transport. Okay, എന്താ പറഞ്ഞേക്കുന്നത്? അപ്പൊ ചില കേസുകളിൽ രജിസ്ട്രേഡ് ആയിട്ടുള്ള ക്രിട്ടിക്കൽ കേസുകളൊക്കെ ആണെങ്കിൽ ട്രാൻസ്പോർട്ട് പേഷ്യന്റിനെ ട്രാൻസ്പോർട്ട് ചെയ്യുന്ന സമയത്ത് ആംബുലൻസിൽ ഒരു നേഴ്സ് അത്യാവശ്യമായിട്ട് വരും. ഡോക്ടേഴ്സിന്റെ, ഈ നേഴ്സ് എന്ന് പറഞ്ഞ ഡോക്ടേഴ്സിന്റെ തൊട്ടടുത്ത് തന്നെ വരുന്ന ആളുകളാണ്. ഡോക്ടേഴ്സിനെ പോലെ തന്നെ എല്ലാ കാര്യങ്ങളും അറിയാവുന്നവരാണ് ഈ നേഴ്സ്. അങ്ങനെയുള്ള ക്രിട്ടിക്കൽ കെയർ ഒക്കെ കൊടുക്കേണ്ട ഒരു കേസുകളിൽ നേഴ്സിന്റെ സർവീസ് ആവശ്യമായിട്ട് വരും. ഇപ്പൊ കുട്ടികളെയൊക്കെ ആണെങ്കിൽ നമ്മൾ ഇപ്പൊ പെട്ടെന്ന് വേറെ ഹോസ്പിറ്റലിലേക്ക് റെഫർ ചെയ്ത് ട്രാൻസ്പോർട്ട് ചെയ്യുന്ന സമയത്തിലേക്ക് അങ്ങനെ അഡ്വാൻസ്ഡ് ലെവൽ കെയർ കൊടുക്കാൻ പറ്റുന്ന അതിന്റെ സ്പെഷ്യലിസ്റ്റ് ആയിട്ടുള്ള നേഴ്സുകൾ ആംബുലൻസിൽ അവൈലബിൾ ആയിരിക്കണം. Okay, nurses may be also work on ambulance for critical care transport. Critical care transportil എന്താണ് ആ രജിസ്ട്രേഡ് ആയിട്ടുള്ള ഒരു നേഴ്സ് അവിടെ ആംബുലൻസിൽ അവൈലബിൾ ആയിരിക്കണം. ഓക്കെ, ക്രിട്ടിക്കൽ കെയർ ട്രാൻസ്പോർട്ട് ആണ് കേട്ടോ. Nurses may also work on ambulance for critical care transport. ഇവിടെ ചോദിക്കാം, nurses may also work on ambulance for dash ക്രിട്ടിക്കൽ കെയർ ട്രാൻസ്പോർട്ട്. ആ ഒരു ക്രിട്ടിക്കൽ കേസുകൾ, എമർജൻസി കേസുകളാകുമ്പോൾ ഒരു നേഴ്സിന്റെ ഒരു സാമീപ്യം ആ ഒരു ആംബുലൻസിൽ അത്യാവശ്യമാണ്. ഇനി നെക്സ്റ്റ് ആണ് പാരാമെഡിക്സ്. പാരാമെഡിക്സ് പാരാമെഡിക്സ് എന്ന് പറഞ്ഞാൽ ഇതുപോലെ, ദിസ് ഈസ് എ ഹൈ ലെവൽ ഓഫ് മെഡിക്കൽ ട്രെയിനിങ് ആൻഡ് ഓഫൺ compresses of key skills not allowable for technician such as cannulation. ഇവിടെ ഒരു പുതിയൊരു വേർഡാണ് cannulation എന്ന് പറയുന്നത്. cannulation അതൊന്ന് എഴുതി വെച്ച എന്താണ് cannulation. cannulation അതായത് പറഞ്ഞേക്കുന്ന എമർജൻസി ട്രീറ്റ്മെന്റ് ആവശ്യമായിട്ടുള്ള കേസുകളിലാണ് ഇത് ഈ പാരാമെഡിക്സിന്റെ സർവീസ് ഇതായിട്ട് വരുന്നത്. അവർക്ക് എങ്ങനെയാ വെച്ചാൽ കാനുലേഷൻ ചെയ്യാൻ അറിഞ്ഞിരിക്കണം. നോക്കിയേ, നോട്ട് അലവബിൾ ഫോർ ടെക്നീഷ്യൻ സച്ച് ആസ് കാനുലേഷൻ. എന്താ പറഞ്ഞേക്കുന്നത്? ആൻഡ് വിച്ച് ഈസ് എബിലിറ്റി ടു അഡ്മിനിസ്ട്രേറ്റ് എ റേഞ്ച് ഓഫ് ഡ്രഗ്സ് സച്ച് ആസ് മോർഫിൻ. അപ്പൊ കാനുലേഷൻ എന്ന് പറഞ്ഞാൽ ഇഞ്ചക്ഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് വെയിലിലേക്ക് കുത്തുന്നതാണ് കാനുലേഷൻ. ഇഞ്ചക്ഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് വെയിലിലേക്ക് കുത്തുന്നത്, അത് ആ ഒരു ഇതിലാണ് കാനുലേഷൻ എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് നല്ല ഒരു എന്താ പറയാ, ഒരു കറക്റ്റ് ആയിട്ടുള്ള ഒരു പാരാമെഡിക്സ് ആണെങ്കിൽ നമുക്ക് വേറെ പേഷ്യൻസിനൊന്നും ഒരു ബുദ്ധിമുട്ട് ഉണ്ടാക്കാത്ത രീതിയിൽ ആ വെയിൻസ് കറക്റ്റ് ആയിട്ട് കണ്ടുപിടിച്ചിട്ട് തന്നെ നമുക്ക് അതേ കൂടെ വെയിൻസ് കറക്റ്റ് ആയിട്ട് കണ്ടുപിടിച്ചിട്ട് തന്നെ അതേ കൂടെ മെഡിസിൻസ് കൊടുക്കാൻ പറ്റും.
കണ്ടുപിടിച്ച് അതിലേക്ക് ഈ പേഷ്യന്റിന് ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ ചെയ്യാൻ പറ്റും. നമ്മൾ വേണ്ട ഒരു ചെറിയൊരു ഇഞ്ചക്ഷൻ എടുത്താൽ പോലും വെയിൻസ് കറക്റ്റ് ആയിട്ട് കിട്ടും. ചിലവര് എടുത്തു കഴിഞ്ഞാൽ നമ്മൾ പറയും ഒറ്റ വേദന എടുത്തില്ല എന്ന് പറയും. ഇഞ്ചക്ഷൻ എടുത്തു കഴിഞ്ഞാൽ അവര് അത്രയും എന്താണ് ക്വാളിഫൈഡ് ആണ്, അവര് അത്രയും എക്സ്പീരിയൻസ് ഉള്ളവരാണ്. അപ്പൊ ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മതി, കറക്റ്റ് വെയിനും കാര്യങ്ങളും ഒക്കെ ആണെങ്കിലൊക്കെ നമുക്ക് അധികം വേദനയൊന്നും എടുക്കില്ല. ഓക്കെ. അപ്പൊ അതുപോലെ ഇവര് പാരാമെഡിക്സ് എന്ന് പറഞ്ഞാൽ കാനുലേഷൻ ചെയ്യാൻ അറിഞ്ഞിരിക്കുന്ന ഒരാളായിരിക്കണം. കാനുലേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ഇഞ്ചക്ഷൻ ചെയ്യാൻ വേണ്ടി വെയിനിലേക്ക് കുത്തുന്നതിനാണ്. അപ്പൊ കറക്റ്റ് ആയിട്ടുള്ള വെയിൻ കിട്ടാൻ വേണ്ടിയിട്ട് കിട്ടുകയാണെങ്കിൽ ആ വെയിൻ കണ്ടുപിടിച്ചിട്ട് വേണം, കണ്ടുപിടിക്കുകയാണെങ്കിൽ നമ്മൾ പെട്ടെന്ന് കുത്തുമ്പോൾ കറക്റ്റ് ആയിട്ടുള്ള വെയിൻ കിട്ടുകയാണെങ്കിൽ അതിലേക്ക് പേഷ്യന്റിന് ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ മെഡിസിൻസ് ഒക്കെ അപ്ലൈ ചെയ്യാൻ പറ്റും. അവിടെ ഒരു സെന്റൻസ് ഒന്ന് എഴുതി വെച്ച്, കാനുലേഷൻ. A act of putting a thin tube into a part of somebody's body. Act of putting a thin tube, ഒരാളുടെ ഇതിലേക്ക് ഇഞ്ചക്ഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു വെയിലേക്ക് കുത്തുന്നതാണ്. An act of putting a thin tube into a part of somebody's bodies. അതാണ് കാനുലേഷൻ എന്ന് പറയുന്നത്. കാനുലേഷൻ. പിന്നെ അതുപോലെ തന്നെ നമ്മൾ നോക്കിയേ, ആൻഡ് വിത്ത് ദ എബിലിറ്റി ടു അഡ്മിനിസ്ട്രേറ്റ് എ റേഞ്ച് ഓഫ് ഡ്രഗ്സ് സച്ച് ആസ് മോർഫിൻ ഒക്കെ അത് എന്താ കറക്റ്റ് ആയിട്ട് കൊടുക്കാനൊക്കെ അറിഞ്ഞിരിക്കണം. കാനുലേഷൻ ചെയ്യാനായിട്ട് അറിഞ്ഞിരിക്കുന്ന ഒരാളാണ്. പിന്നെ അതുപോലെ ട്രക്കിയൽ ഇൻക്യുബേഷൻ ആൻഡ് അതർ സ്കിൽസ് സച്ച് ആസ് ക്രൈക്കോതൈറോട്ടമി. ഓക്കെ. ക്രൈക്കോതൈറോട്ടമി എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ നമുക്ക് മൂക്കിലൂടെയൊക്കെ ബ്രീത്ത് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടുള്ള ആളുകളില്ലേ, ശ്വാസം എടുക്കാനായിട്ടുള്ള പറ്റാത്ത കേസുകളിൽ, അങ്ങനെ ബുദ്ധിമുട്ടുള്ള പേഷ്യൻസിന് ഈ തൊണ്ടയില് ഇവിടെ ഒരു ഇടും, തൊണ്ടയിലൂടെ ഒരു ചെറിയ ഹോൾ ഉണ്ടാക്കും. അപ്പൊ മൂക്കിക്കടെ നേരെ ശ്വാസം എടുക്കാൻ ബുദ്ധിമുട്ടുള്ള പേഷ്യൻസിന് തൊണ്ടയില് ഇവിടെ ഒരു ചെറിയൊരു ഹോൾ ഉണ്ടാക്കും. എന്നിട്ട് അപ്പൊ ചില ആൾക്കാർക്ക് ഇതുപോലെ സംസാരിക്കാൻ ബുദ്ധിമുട്ടുള്ളവരാണെങ്കിൽ അവിടെ നമ്മൾ എന്താ പറയാ, അവിടെ വെച്ച് ഇങ്ങനെ പ്രസ് ചെയ്തിട്ടായിരിക്കും സംസാരിക്കുക. അങ്ങനെ അപ്പൊ ഇങ്ങനെ തൊണ്ടയിൽ ഒരു ഹോൾ ഇട്ടിട്ട് അതിലൂടെ ഇങ്ങനെ കഫം പുറത്തേക്ക് വലിച്ചെടുക്കാനൊക്കെ സഹായിക്കും. അങ്ങനെ അതനുസരിച്ചുള്ള ഒരു സ്കില്ലുള്ള ഒരു മെഡിക്കൽ ടെക്നീഷ്യൻ, ഇതാണ് പാരാമെഡിക്സ് എന്ന് പറയുന്നത്. അതിനുള്ള ടെക്നീഷ്യൻ വേണം. ട്രക്കിയൽ ഇൻക്യുബേഷൻ ആൻഡ് അതർ സ്കിൽസ് സച്ച് ആസ് എക്സിക്യൂട്ടിംഗ് എ ക്രൈക്കോതൈറോട്ടമി. അതും ഒന്ന് എഴുതി വെച്ചോട്ടോ, ജസ്റ്റ് എന്താണെന്നുള്ളത്. ഈ രണ്ട് പുതിയ വേർഡാണ്, കാനുലേഷൻ, ക്രൈക്കോതൈറോട്ടമി. Cricothyrotomy, CRICOTHYROTOMY, thyrotomy is an infrequent 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 cricothyrotomy is an infrequent procedure
that involves placement of a tube through an placement of a tube through an incision, INCISION, incision in the cricothyroid membrane, CRICOTHYROID, cricothyroid membrane to establish an airway for oxygenation, OXYGENATION, oxygenation and ventilation. Airway for oxygenation and ventilation. മൂക്കിലൂടെയൊക്കെ ശ്വാസം വലിക്കാൻ ബുദ്ധിമുട്ടുള്ള ആളുകൾക്ക് ഈ തൊണ്ടയിൽ ഒരു ചെറിയ ഹോൾ ഉണ്ടാക്കി അതിലൂടെ ട്യൂബൊക്കെ ഇട്ടിട്ട് കഫം പുറത്തേക്ക് വലിച്ചെടുക്കാനൊക്കെ സഹായിക്കുന്നു. അതിനനുസരിച്ചുള്ള സ്കില്ലായിട്ടുള്ള ആളുകള് ഇത്രയും കാര്യങ്ങൾ വേണം. ഇസ് എ ഹൈ ലെവൽ മെഡിക്കൽ ട്രെയിനിങ് ആണ് പാരാമെഡിക്സ് എന്ന് പറയുന്നത്. അദ്ദേഹത്തിന് എന്തൊക്കെയുള്ള കാനുലേഷൻ ചെയ്യാന്, പിന്നെ അതുപോലെ തന്നെ ഡ്രഗ്സ് യൂസ് ചെയ്യാൻ, മൊബൈൽ മോർഫിൻ പോലുള്ള അഡ്മിനിസ്ട്രേറ്റ് ദ റേഞ്ച് ഓഫ് ഡ്രഗ്സ് സച്ച് ആസ് മോർഫിൻ പോലുള്ള മരുന്നുകളിൽ കൊടുക്കാനായിട്ടുള്ള അറിഞ്ഞിരിക്കുന്ന ഒരാളായിരിക്കണം. പിന്നെ അതുപോലെ തന്നെ ക്രൈക്കോതൈറോട്ടമി ഇതൊക്കെ ചെയ്യാൻ പാകത്തിന് സ്കിൽഡ് ആയിട്ടുള്ള ഒരാളായിരിക്കണം പാരാമെഡിക്സ് എന്ന് പറയുന്നത്. പിന്നെ നെക്സ്റ്റ് 8ാമത്തെ എമർജൻസി കെയർ പ്രാക്ടീഷണർ. Okay. This position is outlined to bridge the link between the ambulance care and the care of a general practitioner. ജനറൽ പ്രാക്ടീഷണർ എന്ന് പറഞ്ഞാൽ ഹോസ്പിറ്റലിലെ ഡോക്ടറുമായിട്ട് നല്ലൊരു കമ്മ്യൂണിക്കേഷൻ ഉള്ള ഒരാളായിരിക്കും എമർജൻസി കെയർ പ്രാക്ടീഷണർ എന്ന് പറയുന്നത്. അത് പാരാമെഡിക്സിനെ പോലെ തന്നെ അതുപോലെയൊക്കെ ക്വാളിഫിക്കേഷൻ ഉള്ള ഒരാളാണ് എമർജൻസി കെയർ പ്രാക്ടീഷണർ. അപ്പൊ ഇത് ചിലപ്പോൾ വേണമെങ്കിൽ നമ്മൾ ഈ പാരാമെഡിസിനേക്കാളും കുറച്ചും കൂടി ട്രെയിനിങ് കിട്ടിയിട്ടുള്ള ആളായിരിക്കും. കൂടുതൽ ഈ പേഷ്യന്റ് കെയർ വേണ്ടി വരുന്ന കേസുകളിലൊക്കെ അങ്ങനെയുള്ള കേസുകളിൽ അവര് ആന്റിബയോട്ടിക്സ് ഒക്കെ യൂസ് ചെയ്യാൻ അറിഞ്ഞിരിക്കണം. അപ്പൊ ഈ മെഡിക്സിനേക്കാളും കുറച്ചും കൂടി ഒരു ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരു ആളുകളാണ് എമർജൻസി കെയർ പ്രാക്ടീഷണർ എന്ന് പറയുന്നത്. അവര് ഡോക്ടറും ഒക്കെ ആയിട്ട് നല്ലൊരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിരിക്കും. ഹോസ്പിറ്റൽസിലെ ഡോക്ടേഴ്സുമായിട്ട് നല്ലൊരു കമ്മ്യൂണിക്കേഷൻ ഉള്ള ഒരാളായിരിക്കും. The position is outlined to bridge the link between the ambulance care and the care of general practitioner. ECPs are already eligible paramedics who have gone through a further training and are trained to dictate medicines for longer period care, such as antibiotics, as well as being trained in the range of additional diagnosis techniques. അപ്പൊ ഞാൻ പറഞ്ഞു പാരാമെഡിക്സിനേക്കാളും കുറച്ചും കൂടി ഒക്കെ ഒരു ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരാളുകളാണ് എമർജൻസി കെയർ പ്രാക്ടീഷണർ എന്ന് പറഞ്ഞത്. അദ്ദേഹം എന്താണ് ഈ ആന്റിബയോട്ടിക്സ് ഒക്കെ കറക്റ്റ് ആയിട്ട് യൂസ് ചെയ്യാനായിട്ട് അറിയുന്ന ഒരാളായിരിക്കണം.
ഓക്കെ. പിന്നെ അതുപോലെ തന്നെ അഡീഷണൽ ഡയഗ്നോസിസ് ടെക്നിക്സും കാര്യങ്ങളും ഒക്കെ അറിഞ്ഞിരിക്കണം. ആന്റിബയോട്ടിക്സ് യൂസ് ചെയ്യാൻ അറിഞ്ഞിരിക്കണം. ഒരു പക്ഷേ നമുക്ക് ഈ പാരാമെഡിക്സിനേക്കായി കുറച്ചും കൂടി ക്വാളിഫൈഡ് ആയിട്ടുള്ള ആളുകളാണ് അവര്. ഈ ഡോക്ടേഴ്സുമായിട്ട് നേരെ കമ്മ്യൂണിക്കേഷൻ ഉള്ള ഒരാളായിരിക്കണം. ഹോസ്പിറ്റലിലുള്ള ആ ഡോക്ടേഴ്സുമായിട്ട് ഒരു കമ്മ്യൂണിക്കേഷൻ, നല്ലൊരു കമ്മ്യൂണിക്കേഷൻ ഉള്ള ഒരാളായിരിക്കണം ഈ എമർജൻസി കെയർ പ്രാക്ടീഷണർ. ഇനി 9ാമത്തെയാണ് ഫിസിഷ്യൻ അസിസ്റ്റന്റ്. ഫിസിഷ്യൻ എന്ന് പറഞ്ഞ ആരാ? ഡോക്ടർ അല്ലേ? ഡോക്ടറാണ് ഫിസിഷ്യൻ. ഫിസിഷ്യൻ അസിസ്റ്റന്റ് ആണ്. ഓക്കെ. ഫിസിഷ്യൻ അസിസ്റ്റന്റ് ആർ സീൻ മെയിൻലി ഇൻ ഇംഗ്ലീഷ് സ്പീക്കിംഗ് കൺട്രീസ്. ഈ ഫിസിഷ്യൻ അസിസ്റ്റന്റ് എന്നുള്ളത് ഒരു പോസ്റ്റ്, അല്ലെങ്കിൽ ഇങ്ങനെ അവര് മെയിൻ ആയിട്ട് ഇംഗ്ലീഷ് സ്പീക്കിംഗ് കൺട്രീസിലാണ് ഈ ഫിസിഷ്യൻ അസിസ്റ്റൻസിനെ കൂടുതലായിട്ട് കാണുന്നത് എന്നാ പറഞ്ഞേക്കുന്നത്. ഫിസിഷ്യൻ അസിസ്റ്റൻസ് ആർ സീൻ മെയിൻലി ഇൻ ഇംഗ്ലീഷ് സ്പീക്കിംഗ് കൺട്രീസ് ആൻഡ് ആർ നോൺ ആസ് ഫിസിഷ്യൻ അസിസ്റ്റന്റ് എന്ന് അറിയപ്പെടുന്നു. ഇൻ ദ സം കൺട്രീസ് പി എ എന്നാണ് ഫിസിഷ്യൻ അസിസ്റ്റന്റ്. ഓക്കെ. അപ്പൊ ഫിസിഷ്യനെ ഒരു അസിസ്റ്റ് ചെയ്യുന്ന ഒരാളാണ്. ഓക്കെ. നോക്കാം. ഈസ് മിറർ ഓഫ് പ്രാക്ടീസ് ഓഫ് എ ഫിസിഷ്യൻ ആൻഡ് ആർ ഏബിൾ ടു പ്രൊവൈഡ് ദ റേഞ്ച് ഓഫ് മെഡിക്കൽ സ്കിൽസ് എ ഫിസിഷ്യൻ പ്രൊവൈഡ്സ്. ദേ നോർമലി വർക്ക് ഇൻ അസോസിയേറ്റ് വിത്ത്, ഇവര് ആരുമായിട്ട് ഫിസിഷ്യനുമായിട്ട് ഒരു അസോസിയേറ്റ് ചെയ്ത് ഒരു വർക്കില് എന്താണ് ഫിസിഷ്യനുമായിട്ട് അതിനെ അസിസ്റ്റ് ചെയ്യുന്ന ആളുകളാണ്. അപ്പൊ കൂടെ വർക്ക് ചെയ്യുന്നതാണ് physician through the ambulance environment, and they may not be possible instead advanced direction or electronic communication is available to PAs. Consult with the physician when needed. പറഞ്ഞു ഇത് യൂറോപ്യൻ കൺട്രീസിലാണ് കൂടുതലായിട്ട് ഇവരുള്ളത്. ഈ ഡോക്ടേഴ്സിനെ കാണും. ഡോക്ടർ ശരിക്കും ഫിസിഷ്യനെ സപ്പോർട്ട് ചെയ്യുന്ന ആളാണ് ഫിസിഷ്യൻ അസിസ്റ്റന്റ്. ഫിസിഷ്യനെ സപ്പോർട്ട് ചെയ്യുന്ന ആളാണ് ഫിസിഷ്യൻ അസിസ്റ്റന്റ് എന്ന് പറയുന്നത്. ഏത് മെഡിസിൻ, അപ്പൊ ഇവർക്ക് ശരിക്കും ആ പേഷ്യന്റിന് ഏത് മെഡിസിൻ കൊടുക്കണം, പേഷ്യന്റിന്റെ ഹിസ്റ്ററി എന്താണ്, പേഷ്യന്റ് എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ ഇവര് അറിഞ്ഞിരിക്കണം. ഫിസിഷ്യൻ അസിസ്റ്റന്റ് അറിഞ്ഞിരിക്കണം. അപ്പൊ എന്താണ്, ഡോക്ടേഴ്സിനെ സപ്പോർട്ട് ചെയ്യുന്നതാണ് ഈ പേഷ്യന്റ്. അവിടെ ഉള്ള ആംബുലൻസിലുള്ള ആ പേഷ്യൻസിന് എന്തൊക്കെ മെഡിസിൻ ആണ് കൊടുക്കേണ്ടത്, പേഷ്യന്റിന്റെ ഹിസ്റ്ററി എന്താണ്, എങ്ങനെയാണ്, എന്തൊക്കെയാന്നുള്ള കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് അറിഞ്ഞിരിക്കണം. പേഷ്യന്റിന് ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതെല്ലാം ഈ ഫിസിഷ്യൻ അസിസ്റ്റന്റ് മനസ്സിലാക്കിയിരിക്കണം. ചിലപ്പോൾ നമുക്ക് വേണമെങ്കിൽ പറയാം ഡോക്ടേഴ്സിനെക്കായും കുറച്ചും കൂടി ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള ഒരു വ്യക്തികളാന്ന് വേണമെങ്കിൽ പറയാം ഫിസിഷ്യൻ അസിസ്റ്റന്റ് എന്ന് പറയുന്നത്. അതായത് ഡോക്ടേഴ്സിന്റെ ഒരു പി എന്ന് ഒരു പി എന്ന് പറയുന്ന പോലെ പി എന്ന് പറഞ്ഞ അവിടെ ഫിസിഷ്യൻ അസിസ്റ്റന്റ് ആണ് കേട്ടോ. ഇനി അതിനകത്ത് പി എയും ഡോക്ടേഴ്സും പിന്നെ അതുപോലെ തന്നെ ഈ പി എയും ഡോക്ടേഴ്സ് നേരിട്ട് കാണണമെന്നില്ല. അവര് നെറ്റ്വർക്കിലൂടെ തന്നെ കമ്മ്യൂണിക്കേഷൻ ചെയ്താൽ മതിയാവും. അവര് ഡയറക്റ്റ് കണ്ട് രണ്ടുപേരും കൂടി കാര്യങ്ങൾ സംസാരിക്കണമെന്നില്ല. അത് ഒരു കമ്മ്യൂണിക്കേഷനിലൂടെ ആണെങ്കിലും അവർക്ക് ചെയ്യാം. അവർ തമ്മിലൊരു ഇലക്ട്രോണിക് കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിരിക്കണം. പിന്നെ അതുപോലെ തന്നെ മെസ്സേജുകൾ എപ്പോഴും ഇവ പാസ് ചെയ്യണം. ഓക്കെ. ഫിസിഷ്യൻ അസിസ്റ്റന്റ്. ടീച്ചർ, ഇതിന്റെ അകത്ത് മെയിൻ പോയിന്റ്സ് മാത്രം ഒന്ന് പറഞ്ഞുതരുമോ, നോട്ട് ചെയ്യാൻ വേണ്ടി? ഈ ഫിസിഷ്യൻ അസിസ്റ്റന്റ് മാത്രം പറഞ്ഞുതരാം, എഴുതിക്കോ. ഫിസിഷ്യൻ അസിസ്റ്റന്റ് എന്ന് പറഞ്ഞാൽ യൂറോപ്യൻ കൺട്രീസിൽ, ഇംഗ്ലീഷ് സ്പീക്കിംഗ് കൺട്രീസിലാണ് പ്രധാനമായിട്ടും കാണുന്നത്. ഓക്കെ. യൂറോപ്യൻ കൺട്രീസിൽ, അല്ലെങ്കിൽ യൂറോപ്യൻ കൺട്രീസ് മാത്രമല്ല ഇംഗ്ലീഷ് സ്പീക്കിംഗ് കൺട്രീസിന് എടുത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഫിസിഷ്യൻ അസിസ്റ്റന്റിനെ ഇംഗ്ലീഷ് സ്പീക്കിംഗ് കൺട്രീസിലാണ് കൂടുതലായിട്ട് കാണുന്നത്. ഇവര് ഈ ഡോക്ടേഴ്സിനെ, ഫിസിഷ്യനെ സപ്പോർട്ട് ചെയ്യുന്നവരാണ്. അതാണ് മെയിൻ ആയിട്ട് നമ്മൾ പറയുന്നത്. ഫിസിഷ്യൻ അസിസ്റ്റന്റ് എന്ന് പറയുന്നത് ഡോക്ടേഴ്സിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരാളായിരിക്കണം. ഓക്കെ. 2 പോയിന്റ് കിട്ടിയോ? കിട്ടി. ഇനി ഇതിനകത്ത് അപ്പോ ഡോക്ടേഴ്സിനെ സപ്പോർട്ട് ചെയ്യാന്ന് പറഞ്ഞ പേഷ്യന്റിനെ കുറിച്ചുള്ള കുറച്ചും കൂടി കാര്യങ്ങളൊക്കെ അറിയാവുന്ന ഒരാളായിരിക്കണം. അതായത് ഏത് മെഡിസിൻ കൊടുക്കണം,
പേഷ്യന്റിന് അത് ഡോക്ടർ അല്ലേ, ഇപ്പൊ ഡോക്ടേഴ്സിന്റെ അസിസ്റ്റന്റ് ആണെങ്കിൽ പോലും ഒരു പക്ഷേ നമുക്ക് വേണമെങ്കിൽ ഡോക്ടേഴ്സിനേക്കാൾ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ആളാണെങ്കിൽ വേണമെങ്കിൽ പറയാം. പക്ഷെ എന്താ വെച്ചാൽ അവർക്ക് ഡോക്ടേഴ്സ് അറിയുന്ന പോലെയുള്ള എല്ലാ കാര്യങ്ങളും അറിയണം. അതാ ഉദ്ദേശിക്കുന്നത്. ഏത് മെഡിസിൻ കൊടുക്കണം, പേഷ്യന്റിന് ഏത് മെഡിസിൻ കൊടുക്കണം, പേഷ്യന്റിന്റെ ഹിസ്റ്ററി എന്താണ്, പേഷ്യന്റിന് എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്തു കൊടുക്കേണ്ടത് എന്നുള്ളതെല്ലാം അറിയണം. ഒരു ഡോക്ടേഴ്സിന്റെ PA എന്ന് പറയുന്ന പോലെയാണ്. PA എന്ന് പറഞ്ഞാൽ ഇവിടെ ഫിസിഷ്യൻ അസിസ്റ്റന്റ് എന്നാ പറയുന്നത്. ഇപ്പൊ മന്ത്രിമാർക്കുടെ PA എന്ന് പറയൂലേ, PA വഴിയല്ല എല്ലാ കാര്യങ്ങളും. ഇപ്പൊ നമുക്ക് ഡയറക്റ്റ് ഇപ്പൊ മന്ത്രിയുടെ അടുത്താണെങ്കിൽ നമുക്ക് എന്താ നേരിട്ട് ചെന്ന് മിനിസ്റ്ററിന്റെ അടുത്ത് ഓരോ കാര്യങ്ങൾ നമുക്ക് പറയാൻ പറ്റില്ല. അത് നമ്മൾ അറിയിക്കണമെങ്കിൽ PA വഴിയാണ് അല്ലെ. അതേ റോളാണ് ശരിക്കും ഇവിടെ പറയുന്നത്. ഇപ്പൊ നമ്മൾ ഡോക്ടറുമായിട്ട് ഇപ്പൊ നേരെ കണക്ട് ചെയ്യണമെങ്കിൽ ഈ ഫിസിഷ്യൻ അസിസ്റ്റന്റ് വഴി നമുക്ക് ഡോക്ടറെ കണക്ട് ചെയ്യാം, അല്ലെങ്കിൽ ഇത് ചെയ്യാം. അതാണ് PA എന്നാണ് ഷോർട്ട് ചെയ്ത് പറഞ്ഞേക്ക്. ഫിസിഷ്യൻ അസിസ്റ്റന്റ് ആണ്. ഈ മന്ത്രിമാരുടെ PA പോലെ തന്നെ ഡോക്ടേഴ്സിന്റെ ഒരു PA ആണ്. ഡോക്ടേഴ്സിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരാളാണ്. ഓക്കെ. അപ്പൊ അതിനകത്ത് ഇപ്പൊ നമ്മൾ പറഞ്ഞ എന്താ വെച്ചാൽ ഈ ഡോക്ടേഴ്സും ഈ ഫിസിഷ്യനുമായിട്ട് നേരിട്ട് കാണണമെന്നില്ല. അവർക്ക് കമ്മ്യൂണിക്കേഷനിലൂടെ തന്നെ അവർക്ക് കാര്യങ്ങൾ കൈമാറാൻ പറ്റും. സോ ദ ആംബുലൻസ് എൻവയോൺമെന്റ് ദാറ്റ് മേ നോട്ട് പോസിബിൾ ഇൻസ്റ്റന്റ് അഡ്വാൻസ്ഡ് ഡയറക്ഷൻ ഓർ ഇലക്ട്രോണിക് കമ്മ്യൂണിക്കേഷൻ. അതാ അവിടെ ഇലക്ട്രോണിക് കമ്മ്യൂണിക്കേഷൻ മതി അവര് രണ്ടുപേരും തമ്മിൽ നേരിട്ട്. ഇപ്പൊ ഫിസിഷ്യൻ അസിസ്റ്റന്റും ഡയറക്റ്റ് കാണണമെന്നില്ല. അവർക്കൊരു ഇലക്ട്രോണിക് കമ്മ്യൂണിക്കേഷനിലൂടെ തന്നെ അവർക്ക് മെസ്സേജുകൾ കൈമാറാം. To PS consult with the physician when needed. മെസ്സേജ് പക്ഷെ അവർ തമ്മിലെ മെസ്സേജുകൾ എപ്പോഴും പാസ് ചെയ്യണം. ഓക്കെ. ഇപ്പൊ ഡയറക്റ്റ് ഈ ഫിസിഷ്യന് അവിടെ നോക്കാൻ പറ്റിയില്ലെങ്കിലും നമുക്ക് ഈ ഫിസിഷ്യൻ അസിസ്റ്റന്റ് വഴി കാര്യങ്ങളൊക്കെ ചെയ്യാം. ഓക്കെ. അപ്പൊ ആ ഫിസിഷ്യൻ അസിസ്റ്റന്റും ആ ഫിസിഷ്യനും തമ്മില് എന്തുണ്ടാവും, ഒരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവും. ഡയറക്റ്റ് അല്ലെങ്കിലും അവര് ഈ ഇലക്ട്രോണിക് കമ്മ്യൂണിക്കേഷൻ വഴി ഒരു എന്താ പറയാ ഒരു കമ്മ്യൂണിക്കേഷൻ അവര് ഉണ്ടാവും. അവര് തമ്മിൽ മെസ്സേജുകൾ കൈമാറും. അപ്പൊ ഡോക്ടർ നേരിട്ട് വന്ന് കാര്യങ്ങൾ ചെയ്യുന്നേക്കായും ആ അസിസ്റ്റന്റ് വഴി എല്ലാ കാര്യങ്ങളും ചെയ്യാം. അത്രേ ഉള്ളൂ. ക്ലിയർ ആയോ? ഈ ഫിസിഷ്യനെ സപ്പോർട്ട് ചെയ്യുന്ന ആള് അത്രയും മനസ്സിലാക്കുക കേട്ടോ. ഫിസിഷ്യനെ സപ്പോർട്ട് ചെയ്യുന്ന ആളാണ് ഫിസിഷ്യൻ അസിസ്റ്റന്റ്. ഓക്കെ. ഇനി ലാസ്റ്റത്തെ ആണ് ഫിസിഷ്യൻ എന്ന് പറയുന്നത്. ഫിസിഷ്യൻ എന്ന് പറഞ്ഞ ആരാ പറഞ്ഞല്ലോ, ഡോക്ടറാണ് അല്ലെ. ഡോക്ടറാണ് ഫിസിഷ്യൻ എന്ന് പറയുന്നത്. അതൊരു ഡോക്ടർ തന്നെയാണ്. ഡോക്ടേഴ്സ് മേ ബി പ്രസന്റ് ഇൻ സ്പെഷ്യലിസ്റ്റ് ആംബുലൻസ് യൂണിറ്റ്സ്, മോസ്റ്റ് നോട്ടബിളി ദ എയർ ആംബുലൻസ്. ഇവിടെ നോക്കിയേ, നമ്മള് സാധാരണ ഇപ്പൊ നമ്മള് പല ആംബുലൻസ് പറഞ്ഞു, വാട്ടർ ആംബുലൻസ്, എയർ ആംബുലൻസ്, അങ്ങനെ നമ്മള് ലാൻഡിൽ കൂടെ പോകുന്നത് ഒക്കെ പറഞ്ഞു, വാൻ ബസ് അങ്ങനെയുള്ള ആംബുലൻസ് പറഞ്ഞു. ഇപ്പൊ നമ്മളിപ്പോ നോക്കിയ ലാൻഡ് ലൈൻ സർവീസ് ആണെങ്കിൽ നമുക്കിപ്പോ 2 ഹോസ്പിറ്റൽ, ഇപ്പൊ ഇവിടുന്ന് വേറൊരു ഹോസ്പിറ്റലിൽ റെഫർ ചെയ്യുമ്പോൾ അതിന്റെ ഇടയ്ക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നാൽ നമുക്ക് അടുത്തുള്ള ഹോസ്പിറ്റലിൽ അത് കയറി അത് മാനേജ് ചെയ്യാം അല്ലേ. എന്തെങ്കിലും എമർജൻസി കാര്യങ്ങൾ വന്നാൽ ആ ഹോസ്പിറ്റലിൽ എത്തുന്നേക്കാളും മുന്നേ എമർജൻസി വരികയാണെങ്കിൽ നമുക്ക് അവിടെ ഇടയ്ക്കുള്ള ഒരു ഹോസ്പിറ്റലിൽ നമുക്ക് ജസ്റ്റ് വേണമെങ്കിൽ ഒന്ന് ഇറങ്ങി കാര്യങ്ങൾ ചെയ്യാം എന്നുള്ളത് ഒരു എന്താ പറയാ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ഇതുണ്ട്. എന്നാൽ എയർ ആംബുലൻസിലെ ഇടയ്ക്ക് നമുക്ക് ഇറങ്ങി അങ്ങനെ ഹോസ്പിറ്റൽ ഉണ്ടോ എയറില്? ഡോക്ടേഴ്സ് അവൈലബിലിറ്റി ഓഫ് ഫിസിഷ്യൻ, അവിടെ ഫിസിഷ്യന്റെ അവൈലബിലിറ്റി എന്ന് പറയുന്നത് ആ ആംബുലൻസ് സർവീസിൽ മാത്രമേ ഉള്ളൂ. ഇപ്പൊ നമ്മൾ ഈ വാട്ടറിലാണെങ്കിലോ, വാട്ടർ ആംബുലൻസ് എന്ന് നമ്മൾ പറഞ്ഞു, അതിനകത്താണ് ഈ ഷിപ്പാണ്. ഷിപ്പിനകത്തൊക്കെ ആണെങ്കിൽ ആ ഹോസ്പിറ്റൽ തന്നെയുണ്ട് അല്ലെ. ഹോസ്പിറ്റലില്ലേ, എല്ലാ ഫെസിലിറ്റിയും അതിന്റെ ഉള്ളിൽ തന്നെയുണ്ട്. ഒരു ഹോസ്പിറ്റലിന്റെ എല്ലാ ഫെസിലിറ്റി ഉണ്ട്, ഡോക്ടേഴ്സ് ഉണ്ട്, എല്ലാം ആ ഷിപ്പിലുണ്ട്.
ഇതിനകത്ത് വരുമ്പോ. പക്ഷെ എയർ ആംബുലൻസ് എന്ന് പറഞ്ഞാൽ അതിനകത്ത് എന്താ പറയാ, നമുക്ക് ഇടയ്ക്ക് ഇറങ്ങി ഒന്നും നോക്കാനോ ഹോസ്പിറ്റലോ കാര്യങ്ങളോ ഒന്നുമില്ല. അപ്പൊ എന്താ വേണ്ടത്? അപ്പൊ ഇതിനകത്ത് എയർ ആംബുലൻസിൽ തന്നെ നമുക്ക് എന്താണ് എല്ലാ രീതിയിലുള്ള ഡോക്ടേഴ്സും അവിടെ അവൈലബിൾ ആയിരിക്കും. സ്പെഷ്യലിസ്റ്റ് ഡോക്ടേഴ്സ് വേണം. ഇടയ്ക്ക് നമുക്ക് നോക്കാനുള്ള ഒരു ഓപ്ഷൻ അവിടെ ഇല്ല. അപ്പൊ അവൈലബിലിറ്റി ഓഫ് ഡോക്ടേഴ്സ് എന്ന് പറയുന്നത് ഈ എയർ ആംബുലൻസിന്റെ കേസിലില്ല, അല്ലെ? അപ്പൊ അതുകൊണ്ട് തന്നെ എന്ത് വേണമെന്ന് വെച്ചാൽ ഈ പേഷ്യന്റിന്റെ സ്റ്റേറ്റ് അനുസരിച്ചുള്ള ഏതാണ് സ്റ്റേജ്, ആ സ്റ്റേജ് അനുസരിച്ചുള്ള ആ ഡോക്ടേഴ്സ് ആ ആംബുലൻസിൽ നിർബന്ധമായിട്ടും വേണം. ഫിസിഷ്യൻ ഇപ്പൊ നമ്മൾ ചെസ്റ്റിന് അല്ലെങ്കിൽ കാർഡിയോളജി ആയിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങളാണ്, ഹൃദയ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളാണെങ്കിൽ അവിടെ ഒരു കാർഡിയോളജിസ്റ്റ് വേണം, ഡോക്ടർ വേണം, എന്താ പറഞ്ഞേക്കുന്നത്. അല്ലാതെ നമുക്ക് അഡീഷണൽ ആയിട്ട് നമുക്ക് അവിടെ ഒരു പേഷ്യന്റിന്റെ ഈ ഡോക്ടേഴ്സിന്റെ അവൈലബിലിറ്റി എയർ ആംബുലൻസിൽ ഇല്ല. ഡോക്ടേഴ്സ് മേ ബി പ്രസന്റ് ഇൻ സ്പെഷ്യലിസ്റ്റ് ആംബുലൻസ് യൂണിറ്റ്സ്, most notably the air ambulance with a full range of additional skills. കണ്ടോ, full additional skills അതിനകത്ത് വേണം. with a full range of additional skills such as use of prescription medicine. അതിനകത്ത് മെഡിസിൻസും കാര്യങ്ങളും അങ്ങനെ എല്ലാ അഡീഷണൽ സ്കിൽസും ഈ എയർ ആംബുലൻസിന് വേണം. അപ്പൊ അതാണ് ഇമ്പോർട്ടന്റ് ആയിട്ട് ഫിസിഷ്യൻ എന്ന് പറഞ്ഞ് എയർ ആംബുലൻസിലെ കാര്യം പറഞ്ഞേക്കുന്നത്. അവിടെ എന്ന് വെച്ചാൽ ഡോക്ടേഴ്സിന്റെ അവൈലബിലിറ്റി ഇല്ല. ഇപ്പൊ നമ്മൾ ഇവിടെ നിന്ന് തുടങ്ങി കഴിഞ്ഞാൽ അത് അവിടെ നിർത്തുന്നത്, പിന്നെ അവിടെ ഒരു നമുക്ക് ഡോക്ടേഴ്സ് അവൈലബിൾ ആവുള്ളൂ. അതുകൊണ്ട് തന്നെ ഓൺ ദ വേയിൽ ഇടയ്ക്ക് ഇറങ്ങി നമുക്ക് ഹോസ്പിറ്റലിൽ കയറാനോ അല്ലെങ്കിൽ വേറൊരു മാർഗമൊന്നും ഇല്ല അവിടെ. അതുകൊണ്ട് തന്നെ എല്ലാ ഈ സ്കിൽസും എല്ലാ കാര്യങ്ങളും ഈ എയർ ആംബുലൻസിൽ തന്നെ വേണം എന്നാ പറഞ്ഞേക്കുന്നത്. അതിന് ഓരോ റേഞ്ചിലും ഓരോ സ്റ്റേറ്റിനും അനുസരിച്ചിട്ടുള്ള ഡോക്ടേഴ്സ് അവിടെ എയർ ആംബുലൻസിന് അവൈലബിൾ ആയിരിക്കണം. ഓക്കെ, ഇത്രയും 10 പോയിന്റ്സ് അതിനകത്ത് പറഞ്ഞേക്കുന്നത് കേട്ടോ. ക്രൂസിനെ കുറിച്ച്, ക്രൂയിങ്ങിനകത്ത് വരുന്നത് ജസ്റ്റ് നമ്മൾ ഇന്ന് മൂന്നാമത്തെ മുതലാ പറഞ്ഞത്. നോൺ എമർജൻസി അറ്റൻഡന്റ് മുതലാണ് പറഞ്ഞത്. ഒന്ന് വായിച്ചു നോക്കിയേ നിങ്ങള്. എന്നിട്ട് ഞാൻ ജസ്റ്റ് ഒന്നുകൂടി ഒന്ന് പറഞ്ഞുതരാം കേട്ടോ. നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാം.
കഴിഞ്ഞോ? വായിച്ചു കഴിഞ്ഞോ? ടീച്ചർ. ജസ്റ്റ് ഞാൻ ഒന്ന് പറയാം, അപ്പൊ നിങ്ങൾ വേണമെങ്കിൽ ഒന്ന് നോട്ട് ചെയ്ത് ഒറ്റ സെന്റൻസ് വീതം നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവുന്ന വേണ്ടിയിട്ടാണ്. ക്രൂയിങ് പറഞ്ഞ എന്താണ്? ആംബുലൻസിലെ ജോലിക്കാരാണ്. അത് പല ടൈപ്പ് ഓഫ് ക്വാളിഫിക്കേഷൻ ഉണ്ട്. ചില കേസുകളിൽ നമ്മൾ പറയും എന്തായാലും ഒരു ആംബുലൻസ് സർവീസിൽ അറ്റ്ലീസ്റ്റ് 2 ക്രൂ മെമ്പേഴ്സ് വേണമെന്ന് പറഞ്ഞു. ഒരു ഡ്രൈവറും വേണം, അതുപോലെ തന്നെ ഒരു അറ്റൻഡന്റും വേണം അതിനകത്ത്. ഇനി എമർജൻസി കേസുകളിലാകുമ്പോൾ ചിലപ്പോൾ നേഴ്സ്, അവരെ കൂടാതെ ഒരു നേഴ്സും കൂടി വേണ്ടി വരും. ഇനി കുറച്ചും കൂടി ക്രിട്ടിക്കൽ കേസുകളാണെങ്കിൽ അവരെ കൂടാതെ ആരാണ്? ഒരു ഡോക്ടർ തന്നെ ചിലപ്പോൾ വേണ്ടി വരും. അപ്പൊ അതനുസരിച്ച് പല ക്വാളിഫിക്കേഷൻ അനുസരിച്ചുള്ള ആളുകളാക്കാം ഓൺ ആംബുലൻസ് ക്രൂസ് ക്വാളിഫിക്കേഷൻ ഓരോ ലെവലായി കൊടുത്തേക്കുന്നത്. ഫസ്റ്റ് റെസ്പോണ്ടർ എന്ന് പറഞ്ഞ ഒരു സീനിന് ഫസ്റ്റ് എ പേഴ്സൺ ഹു റീച്ച് ഫസ്റ്റ് അറ്റ് ദ സീൻ ഓഫ് ആൻ ഇൻസിഡൻസ്. അതിന് ഫസ്റ്റ് എത്തുന്ന, അതിന് ഫസ്റ്റ് റെസ്പോണ്ട് ചെയ്യുന്ന ഒരു സീനില് ഫസ്റ്റ് റെസ്പോണ്ട് ചെയ്യുന്ന ഒരാളാണ്. അദ്ദേഹത്തിന് എന്താണ്? CPR, എന്താ ഫസ്റ്റ് എയ്ഡ് പോലെ. അപ്പൊ ആദ്യം ചെല്ലുമ്പോൾ എന്താണ് ശ്വസിക്കാൻ ബ്രീത്തിങ്ങിന് എന്തെങ്കിലും പ്രശ്നമോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കാർഡിയോളജി ഇതൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് CPR കൊടുക്കാൻ അറിയുന്ന ഒരാളായിരിക്കണം. ഈ CPR നിന്നില്ലെങ്കിൽ നെക്സ്റ്റ് ഓട്ടോമാറ്റഡ് എക്സ്റ്റേണൽ ഡീഫൈബ്രിലേറ്റർ ഒക്കെ കൊടുക്കാൻ അറിയുന്ന ഒരാളായിരിക്കണം ഫസ്റ്റ് റെസ്പോണ്ടർ എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? 2 കാര്യങ്ങളാണ് അവരിൽ കീഴിൽ വരുന്നത്. ഫസ്റ്റ് എയ്ഡ് കൊടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള ആളുകളാണ് ഫസ്റ്റ് റെസ്പോണ്ടർ എന്ന് പറയുന്നത്. രണ്ടാമത്തെയാണ് ആംബുലൻസ് ഡ്രൈവർ എന്ന് പറഞ്ഞത്. ഇത് ജസ്റ്റ് ബേസിക് ട്രെയിനിങ് മാത്രം മതി ആംബുലൻസ് ഓടിക്കുക, അല്ലാതെ വേറെ ഒത്തിരി ക്വാളിഫിക്കേഷൻ ഒന്നും വേണ്ട അദ്ദേഹത്തിന്. ആംബുലൻസ് ഓടിക്കുക, പിന്നെ അതുപോലെ എന്തെങ്കിലും കമ്മ്യൂണിക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ FM റേഡിയോ അങ്ങനെയുള്ള കാര്യങ്ങൾ പറയുന്നത്. അപ്പൊ ജസ്റ്റ് എന്തെങ്കിലും എമർജൻസി എന്തെങ്കിലും വന്നാൽ ഒന്ന് ഹോസ്പിറ്റലുമായിട്ട് ഒന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള അങ്ങനെ ഒരു കമ്മ്യൂണിക്കേഷൻ എന്നുള്ളത് അറിഞ്ഞിരിക്കണം. കമ്മ്യൂണിക്കേഷൻ കാര്യങ്ങൾ എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് എന്ന് അറിഞ്ഞിരിക്കുന്ന ഒരാളായിരിക്കണം. പിന്നെ ഈ മെഡിസിനൊക്കെ എവിടെയാണ് വെച്ചിരിക്കുന്നത്, സ്റ്റോർ ചെയ്തേക്കുന്നത്, ആംബുലൻസിൽ എവിടെയാണ് മെഡിസിൻസ് സ്റ്റോർ ചെയ്തേക്കുന്നത് എന്നൊക്കെ അറിഞ്ഞാൽ മതി. അത് പറഞ്ഞത് വലിയ ക്വാളിഫിക്കേഷൻ ഒന്നും വേണ്ട. ഇപ്പൊ ഈ മരുന്ന് എവിടെയാ വെച്ചേക്കുന്നതെന്ന് ചോദിച്ചാൽ അത് എവിടെയാന്ന് കറക്റ്റ് ആയിട്ട് അറിഞ്ഞിരിക്കണം. പിന്നെ ജസ്റ്റ് ഒന്ന് കമ്മ്യൂണിക്കേഷൻ അത്യാവശ്യം ഒന്ന് യൂസ് ചെയ്യാൻ അറിയണം. മനസ്സിലായോ? ആംബുലൻസ് ഡ്രൈവറിന്റെ വലിയ ക്വാളിഫിക്കേഷൻ ഒന്നും വേണ്ട. അദ്ദേഹത്തിന്റെ ഒരു കാര്യം ഡ്രൈവ് ചെയ്യുക എന്നുള്ളതാണ്. ഒരു ഡ്രൈവിംഗ് മാത്രമാണ് അതിനകത്തേക്ക് വലിയ ക്വാളിഫിക്കേഷൻ ഒന്നും വേണ്ട ആംബുലൻസ് ഡ്രൈവറിന്. അദ്ദേഹത്തിന്റെ എന്താണ് പിന്നെ അതിനോടൊപ്പം ഒരു കമ്മ്യൂണിക്കേഷൻ എങ്ങനെയാണ്, അതിനെന്തൊക്കെ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് ഒന്ന് അറിഞ്ഞിരിക്കണം.
പിന്നെ അതിനോടൊപ്പം തന്നെ മെഡിസിൻ സപ്ലൈസ് ഈ ആംബുലൻസിൽ എവിടെയാണ് സ്റ്റോർ ചെയ്തിരിക്കുന്നത് എന്നും അറിയണം. മനസ്സിലായത്? മനസ്സിലായി ടീച്ചർ. ഇനി മൂന്നാമത് നോക്കിയേ, നോൺ എമർജൻസി അറ്റൻഡന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പേഷ്യന്റിനെ, അയാൾ എന്താ വെച്ചാൽ ഒരു പേഷ്യന്റിനെ എങ്ങനെയാണ് ക്യാരി ചെയ്യണത്, ഒരു പേഷ്യന്റിനെ എങ്ങനെ, അത് പ്രധാനമായിട്ട് പറയേണ്ടത് സ്ട്രക്ചർ വീൽ ചെയർ കേസുകളിലൊക്കെ ആ പേഷ്യന്റിനെ എങ്ങനെ നമ്മൾ ആംബുലൻസിലേക്ക് കയറ്റാം, ആംബുലൻസിൽ നിന്ന് എങ്ങനെ നമുക്ക് ആംബുലൻസിൽ നിന്നൊക്കെ ഇറക്കാം, അങ്ങനെയുള്ള പേഷ്യന്റിനെ ക്യാരി ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ അറിഞ്ഞിരിക്കുന്ന ഒരാളായിരിക്കണം നോൺ എമർജൻസി അറ്റൻഡന്റ് എന്ന് പറഞ്ഞു. ചെറിയൊരു എമർജൻസി വന്നു കഴിഞ്ഞാൽ അവർക്ക് അത്യാവശ്യം എന്താ കാര്യങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്ത് നിൽക്കാവുന്ന രീതിയിലുള്ളതൊന്ന് അറിയണം. അത്രയേ ഉള്ളൂ അവർക്കുടെ കീഴിൽ വരുന്നത്. പ്രധാനമായിട്ടും നമ്മൾ എങ്ങനെയാണ് ഡിഫറെന്റ് ലെവൽ ഓഫ് ട്രെയിനിങ് അക്രോസ് ദ വേൾഡ് അതിനകത്ത് പറയുന്നത് വെച്ചാൽ പേഷ്യന്റിന് ട്രാൻസ്പോർട്ട് ഡ്യൂട്ടീസ് ആണ് പറയുന്നത് കേട്ടോ. നോൺ എമർജൻസി അറ്റൻഡന്റിൽ എന്താ പറയുന്നത്, ടു ക്യാരി ഔട്ട് പേഷ്യന്റ് ട്രാൻസ്പോർട്ട് ഡ്യൂട്ടീസ്. ഒരു പേഷ്യന്റിനെ എങ്ങനെ വെഹിക്കിൾസിലേക്ക് കയറ്റണം, എങ്ങനെ ഇറക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ അറിഞ്ഞിരിക്കണം. പിന്നെ അത്യാവശ്യം എമർജൻസി വന്നു കഴിഞ്ഞാൽ ഉള്ള കാര്യങ്ങളും കൂടി മനസ്സിലാക്കണം ഇതിനകത്ത്. പിന്നെ അടുത്ത എമർജൻസി കെയർ അസിസ്റ്റന്റ് ആണ് പിന്നെ പറഞ്ഞത് നാലാമത്തെ. ഇവിടെ എന്താ വെച്ചാൽ എമർജൻസി സിറ്റുവേഷൻ ആണെങ്കിലും നോൺ എമർജൻസി സിറ്റുവേഷൻ ആണെങ്കിലും വർക്ക് ചെയ്യുന്ന രീതിയിലുള്ള അസിസ്റ്റന്റുകളായിരിക്കണം. എമർജൻസി ആണെങ്കിലും ശരി, നോൺ എമർജൻസി സിറ്റുവേഷൻ ആണെങ്കിലും വർക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ളവരായിരിക്കണം. അവരെന്താണ്, ടെക്നീഷ്യനെയും പാരാമെഡിക്സിനെയും ഒന്ന് ഹെൽപ്പ് ചെയ്യുക. അതാണ് അവർക്കുടെ ജോലി എന്ന് പറയുന്നത്. എമർജൻസി ആണെങ്കിലും നോൺ എമർജൻസി സിറ്റുവേഷൻ ആണെങ്കിലും വർക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ആളായിരിക്കണം. അവർക്കുടെ ജോബ് എന്ന് പറഞ്ഞ എന്താണ്, ഹെൽപ്പ് ദ ടെക്നീഷ്യൻ ഓർ പാരാമെഡിക്സ്. അവരെ ഹെൽപ്പ് ചെയ്ത് കൊടുക്കുക. മനസ്സിലായോ? അവർക്കുടെ ഡ്യൂട്ടീസിൽ ഒന്ന് സപ്പോർട്ട് ചെയ്ത് കൊടുക്കുക, അവരെ ഒന്ന് ഹെൽപ്പ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് എമർജൻസി കെയർ അസിസ്റ്റന്റിന്റെ ഡ്യൂട്ടി. അത് ക്ലിയർ ആയോ? ക്ലിയർ ആയി ടീച്ചർ. ഇനി അടുത്തത് എമർജൻസി മെഡിക്കൽ ടെക്നീഷ്യൻ ആണ്. അപ്പൊ അവര് എമർജൻസി കേസ് വരുമ്പോൾ എങ്ങനെയാണ് അത് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള സ്കില്ലുള്ള ആളുകളായിരിക്കണം എമർജൻസി മെഡിക്കൽ ടെക്നീഷ്യൻ. എമർജൻസി കേസ് വരുമ്പോൾ അത് ഹാൻഡിൽ ചെയ്യാൻ സ്കില്ലുള്ള ആളായിരിക്കണം, അതിന് കഴിവ് വേണം. എമർജൻസി മെഡിക്കൽ ടെക്നീഷ്യൻ എന്ന് പറയുന്നത് എമർജൻസി കേസ് വരുമ്പോൾ അതിന് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള സ്കില്ലുള്ള ആളായിരിക്കണം. ആ എമർജൻസി കേസുകളൊക്കെയാണ് അവിടെ പറഞ്ഞേക്കുന്നത് കേട്ടോ. ഡീഫൈബ്രിലേഷൻ, സ്പൈനൽ ഇമ്മൊബിലൈസേഷൻ, ബ്ലീഡിംഗ് കൺട്രോൾ, ഇങ്ങനെയുള്ള എമർജൻസി കേസുകൾ വരുമ്പോൾ അതിനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന സ്കില്ലുള്ള ആളായിരിക്കണം എമർജൻസി മെഡിക്കൽ ടെക്നീഷ്യൻ. മനസ്സിലായോ? മനസ്സിലായി ടീച്ചർ. ഇനി രജിസ്റ്റേർഡ് നേഴ്സ് ആണ് ആറാമത്തെ പറഞ്ഞത്. അതെന്ന് പറഞ്ഞ ചില കേസുകളിൽ, ക്രിട്ടിക്കൽ ആയിട്ടുള്ള ചില കേസുകളിൽ ഈ ഒരു രജിസ്റ്റേർഡ് ആയിട്ടുള്ള ഒരു നേഴ്സിന്റെ സർവീസ് ആവശ്യമായിരിക്കണം. അവിടെ ഒരു ഡ്രൈവറോ അറ്റൻഡന്റോ അല്ലെങ്കിൽ അവര് മാത്രം പോരാ, അവര് വെച്ചാൽ ഒരു രജിസ്റ്റേർഡ് ആയിട്ടുള്ള ഒരു നേഴ്സ് അത്യാവശ്യമായിരിക്കണം. അങ്ങനെ ഒരു നേഴ്സിന്റെ സർവീസ് ഇത് പേഷ്യന്റിനെ ട്രാൻസ്പോർട്ട് ചെയ്യുന്ന സമയത്ത് ആവശ്യമായിട്ടുള്ളതാണ്. അത് ഏത് സമയത്താ? കൂടുതൽ കെയർ കൊടുക്കുന്ന കേസുകളിലാണ് കേട്ടോ. കൂടുതൽ കെയർ കൊടുത്ത് പേഷ്യന്റിനെ ഒരു ഹോസ്പിറ്റലിൽ മറ്റുള്ളിടത്ത് ഹോസ്പിറ്റലിലേക്കൊക്കെ ട്രാൻസ്പോർട്ട് ചെയ്യുമ്പോൾ കൂടുതൽ കെയർ കൊടുക്കുന്ന കേസുകളിൽ ഒരു രജിസ്റ്റേർഡ് ആയിട്ടുള്ള നേഴ്സിന്റെ ആവശ്യമായിട്ട് വരും ആംബുലൻസ് സർവീസിൽ. ഓക്കെ, ആണ് രജിസ്റ്റേർഡ് നേഴ്സ്. പിന്നെ പറഞ്ഞത് ഏഴാമത്തെ പാരാമെഡിക്സ് ആണ്. ഈ ഇതും അതുപോലെ എമർജൻസി കേസുകൾ ആവശ്യമായിട്ടുള്ള കേസുകളിലാണ് പാരാമെഡിക്സ് വരുന്നത്. എമർജൻസി ദിസ് ഈസ് എ ഹൈ ലെവൽ ഓഫ് മെഡിക്കൽ ട്രെയിനിങ് ആണ്. ഈ എമർജൻസി മെഡിക്കൽ ട്രീറ്റ്മെന്റ് ആവശ്യമായിട്ടുള്ള കേസുകളിലാണ് പാരാമെഡിക്സ് യൂസ് വരുന്നത്.
അവർക്ക് എന്ത് വേണം? പാരാമെഡിക്സ് ഉള്ള ആളുകൾക്ക് കാനുലേഷൻ ചെയ്യാൻ അറിഞ്ഞിരിക്കണം. പിന്നെ അതുപോലെ തന്നെ മോർഫിൻ പോലുള്ള ഡ്രഗ് മരുന്നുകൾ യൂസ് ചെയ്യാനായിട്ട് കൊടുക്കണം, എങ്ങനെയാണ്, എത്ര അളവ് കൊടുക്കണം, അങ്ങനെയുള്ള കാര്യങ്ങൾ അറിയണം. പിന്നെ അതുകൊണ്ട് ക്രൈക്കോ തൈറോട്ടമി എന്ന് പറയുന്നത്, അത് പറഞ്ഞല്ലോ, നമ്മൾ തൊണ്ടയിലൂടെ നമ്മള് എങ്ങനെ ഹോൾ ഉണ്ടാക്കിയിട്ട് ഖബൊക്കെ വലിച്ചെടുക്കണം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ അറിയാവുന്ന ഒരാളായിരിക്കണം പാരാമെഡിക്സ് എന്ന് പറയുന്നത്. പിന്നെ അടുത്ത 8ാമത്തെയാണ് എമർജൻസി കെയർ പ്രാക്ടീഷണർ പറഞ്ഞത്. അതെന്ന് പറഞ്ഞാൽ എന്താണ്? അയാൾ ഹോസ്പിറ്റലിലെ ഡോക്ടറുമായിട്ട് നല്ലൊരു കമ്മ്യൂണിക്കേഷൻ ഉള്ള ഒരാളായിരിക്കണം. ഈ പാരാമെഡിക്സിനെ പോലെ തന്നെയാണ് എമർജൻസി കെയർ പ്രാക്ടീഷണർ എന്ന് പറയുന്നത്. ക്വാളിഫൈഡ് ഉള്ള ഒരാളായിരിക്കണം അദ്ദേഹം. ഈ നല്ലൊരു ഡോക്ടേഴ്സുമായിട്ട്, ഹോസ്പിറ്റലിലെ ഡോക്ടറുമായിട്ട് നല്ലൊരു കമ്മ്യൂണിക്കേഷൻ ഉള്ള ഒരാളായിരിക്കണം. ഇവർക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പാരാമെഡിക്സിനേക്കാളും കുറച്ചും കൂടി ട്രെയിനിങ് ഉള്ള ആളായിരിക്കും, കുറച്ചും കൂടി ക്വാളിഫിക്കേഷൻ, അവർ കുറച്ചും കൂടി ട്രെയിനിങ് കിട്ടിയ ആളായിരിക്കും എമർജൻസി കെയർ പ്രാക്ടീഷണർ എന്ന് പറയുന്നത്. മനസ്സിലായോ? പാരാമെഡിക്സിനേക്കാളും കുറച്ചും കൂടി എന്താണ് ഈ ട്രെയിനിങ് കിട്ടിയവരായിരിക്കും എമർജൻസി കെയർ പ്രാക്ടീഷണർ. മനസ്സിലായില്ലേ? മനസ്സിലായി ടീച്ചർ. കുറച്ചും കൂടി ക്രിറ്റിക്കൽ ആയിട്ടുള്ള കേസുകളിൽ അവർക്ക് ഈ മെഡിസിൻസ് ഒക്കെ, ആന്റിബയോട്ടിക്സ് ഒക്കെ എങ്ങനെയാണെന്ന് യൂസ് ചെയ്യണേ എന്നൊക്കെ അറിയാൻ അവർക്ക് പറ്റണം. അതാണ് പറഞ്ഞത്, പാരാമെഡിക്സിനേക്കാളും ട്രെയിനിങ് കിട്ടിയവരാണ് എമർജൻസി കെയർ പ്രാക്ടീഷണർ. പിന്നെയാണ് ഫിസിഷ്യൻ അസിസ്റ്റന്റ് എന്ന് പറയുന്നത്. ഈ ഫിസിഷ്യനെ അസിസ്റ്റ് ചെയ്യുക, പി ആണ്, ഫിസിഷ്യൻ അസിസ്റ്റന്റ് ആണ്. ഡോക്ടർ നേരിട്ട് ഇത് ചെയ്യാത്ത കാര്യങ്ങളില് ഈ ഫിസിഷ്യൻ വഴിയാണ് നമ്മൾ ഡോക്ടേഴ്സിന് ഓരോ കാര്യങ്ങൾ അറിയിക്കുന്നത്. ആ ഫിസിഷ്യൻ അസിസ്റ്റന്റും ഡോക്ടേഴ്സും തമ്മിലൊരു ഈ എന്താ പറയാ, ഒരു കമ്മ്യൂണിക്കേഷൻ, ഒരു മെസ്സേജ് നേരിട്ട് കണ്ടില്ലെങ്കിലും അവരെങ്ങനെയാ വെച്ചാൽ ഈ മീഡിയ വഴി, കമ്മ്യൂണിക്കേഷൻ വഴി അവര് എന്ത് ചെയ്യുന്നു, മെസ്സേജുകൾ കൈമാറും. ഫിസിഷ്യനെ അസിസ്റ്റ് ചെയ്യുന്നവര് ഫിസിഷ്യൻ അസിസ്റ്റന്റ് അവരെപ്പോഴും മെസ്സേജുകൾ കൈമാറിക്കൊണ്ടിരിക്കും. ഓക്കെ. പിന്നെ അടുത്താണ് ഫിസിഷ്യൻ എന്ന് പറഞ്ഞത്. അത് ഏത് കേസിലാണ് നമ്മൾ പറഞ്ഞ? എയർ ആംബുലൻസിനാണ് പ്രത്യേകം എടുത്ത് പറഞ്ഞത്. അവിടെ എന്ന് പറഞ്ഞാൽ വേറെ നമുക്ക് മാർഗമൊന്നുമില്ല, നമുക്ക് ഇടയ്ക്ക് ഇറങ്ങി നോക്കാനോ ഹോസ്പിറ്റൽ ഫെസിലിറ്റി ഒന്നുമില്ല. അപ്പൊ അതുകൊണ്ട് പ്രത്യേകമായിട്ട് എയർ ആംബുലൻസിന്റെ കാര്യത്തില് നമ്മൾ ഒരു ഫിസിഷ്യൻ വേണം, അവിടെ നിർബന്ധമാണ്, ഫിസിഷ്യൻ വേണം. അത് ഓരോ ഇതുമായിട്ട്, ഓരോ പേഷ്യന്റ് സ്റ്റേറ്റ് നോക്കി, ഏത് സ്റ്റേജിലുള്ള, ഏത് അവസ്ഥയിലുള്ള പേഷ്യന്റ്, കിഡ്നി ട്രബിൾ ആയിട്ടുള്ളതാണെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഡോക്ടേഴ്സ്, കാർഡിയോളജി ആണെങ്കിൽ അതുമായിട്ട്, കണ്ണിന്റെ പ്രശ്നമാണെങ്കിൽ അതുമായിട്ട് ബന്ധമുള്ളത്. അങ്ങനെ ഓരോ പേഷ്യന്റിന്റെ സ്റ്റേറ്റ് ഏതാണോ അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഡോക്ടർ ആ എയർ ആംബുലൻസിൽ അത്യാവശ്യമായിരിക്കണം. അവൈലബിലിറ്റി ഓഫ് ഡോക്ടേഴ്സ് എയർ ആംബുലൻസിൽ ഇല്ല, അതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്. ഓക്കെ, അത് ഡോക്ടർ തന്നെയാണ് ഈ ഫിസിഷ്യൻ എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? ഇനി നാളെ നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് ഈ ചാപ്റ്ററിന്റെ എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് എഴുതാം. അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും ഇത് ഡൗട്ട് ഉണ്ടെങ്കിൽ നമുക്ക് അന്നേരം ക്ലിയർ ചെയ്യാം. ഇപ്പൊ ചെയ്യാൻ സമയമായി. അപ്പൊ ക്ലാസ് എന്നാ നിർത്തിക്കോട്ടെ? ഇന്നിപ്പോ പറഞ്ഞത് ക്ലിയർ അല്ലേ? പോയിന്റ്സുകള് ക്ലിയർ ആണ് ടീച്ചർ. ഓക്കെ. അപ്പൊ നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് ക്വസ്റ്റ്യൻസ് എഴുതുമ്പോ ഒന്നുകൂടി നമുക്ക് ഈ ഭാഗം കൂടി നോക്കാം കേട്ടോ. എന്നിട്ട് നെക്സ്റ്റ് ക്ലാസ് മുതൽ നമുക്ക് റിവിഷൻ തന്നെ തുടങ്ങാം. ഓരോ ചാപ്റ്റർ വൈസ് എഴുതാം. പ്രീവിയസ് ഇയറിൽ ചോദിച്ച ക്വസ്റ്റ്യൻസ് നമുക്ക് അപ്പോൾ ഡിസ്കസ് ചെയ്യാം. എക്സ്ട്രാ ക്വസ്റ്റ്യൻസും തരാത്ത ചാപ്റ്റേഴ്സിൽ ഉണ്ടെങ്കിൽ അത് നമുക്ക് എഴുതി പോകാം. ഓക്കെ, ഞാൻ ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്യാണ് കേട്ടോ. ഓക്കെ, താങ്ക് യു.